വ്യാപാര നിക്ഷേപ മേഖലകളിൽ ഇന്ത്യ വെനസ്വേല പങ്കാളിത്തത്തിന് ധാരണ. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങി എല്ലാ മേഖലകളിലും ഇന്ത്യ വെനസ്വേല പങ്കാളിത്തം കൂടുതൽ വികസിപ്പിക്കുക ലക്ഷ്യമിട്ടായിരുന്നു ചർച്ച വിജയമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. YS അഭിനന്ദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. YS അഭിനന്ദ്, നിലവിലെ വെനസ്വേലയുടെ സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റുമായിട്ട് പ്രധാനമന്ത്രി സംസാരിക്കുകയും അതിനുശേഷം ഒരു വിജയകരമായിട്ട് ചർച്ചയിലേക്ക് എത്തി തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ് അറിയിക്കുന്നത്. ശ്രുതി, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിൽ ഒപ്പിട്ടതിന് പിന്നാലെ ഇന്ത്യ ഇപ്പോൾ വെനസ്വേലയുമായിട്ട് വ്യാപാര വാണിജ്യ നിക്ഷേപത്തിൽ പങ്കാളിത്തം ഏർപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്ടിംഗ് പ്രസിഡന്റായിട്ടുള്ള ഡെൽസി റോഡ്രിഗസുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുള്ളത്. അവർ വ്യക്തമാക്കുന്ന ഇപ്രകാരമാണ്: ഊർജ്ജം, ഒപ്പം തന്നെ വാണിജ്യം, കൃഷി, ആരോഗ്യം, വൈദ്യുതി തുടങ്ങി എല്ലാ തരത്തിലുള്ള മേഖലകളിലും വെനസ്വേലയുമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇത്തരത്തിലേക്ക് നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചിട്ടുള്ളത് ധാരണയായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഉടൻ തന്നെ ചില കരാറുകളിൽ, നിർണായകമായിട്ടുള്ള കരാറുകളിൽ ഒപ്പുവെക്കാനുള്ള തീരുമാനത്തിലേക്ക് കൂടെ കടന്നിട്ടുണ്ട്. ഇന്ത്യക്ക് മേൽ US 25% ടാരിഫ് ചുമത്തിന് ശേഷം എണ്ണ ഇറക്കുമതി ചെയ്ത റഷ്യയിൽ നിന്നായിരുന്നു. ഇപ്പോൾ അത് വെനസ്വേലയിൽ നിന്നുള്ള ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കൂടി നിലവിൽ കേന്ദ്ര സർക്കാർ കടക്കുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി വെനസ്വേല പങ്കാളിത്തത്തിന് ധാരണയായിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റുമായി ചർച്ച നടത്തിയതിനു ശേഷമുള്ള തീരുമാനമാണ് അറിയിച്ചിരിക്കുന്നത്. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.